പിന്നെ മീനുട്ടിക്ക് സപ്പോർട്ട് ഞാനുണ്ട്. മനസ്സിലായി. ഈ എപ്പിസോഡ് മുഴുവൻ ഉണ്ടല്ലോ, അതിനിടയിൽ ചില ക്വസ്റ്റ്യൻസ് വരും. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? എന്താ ഞങ്ങളെ ഹേ എന്ന് വിളിക്കണ? എന്താ ഞങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ഇത്രയും വലിയ സീനിയേഴ്സ് ഒക്കെ ഇരിക്കും, അവരെ കയറി ഹേ. മോശമാണോ അത്? പാട്ടേതാ? പാട്ട് ഏത് പാട്ടാ? മനസ്സിലാകത്തിന് ഹേ ചേർക്കണ്ട. ഞങ്ങൾ ശ്രീകുട്ടൻ അങ്കിള്, റിമി ആന്റി, മധു അങ്കിൾ അങ്ങനെ വിളിച്ചാ പോരെ? ഹേ ഹേ എന്ന് വിളിക്കണ എന്തിനാ? ഞാൻ പാട്ട പറഞ്ഞേ. ആണോ? പാട്ട് വരി പറയൂ, വരി വരി. ആ വരി വരി. ഹേയ് കുറുമ്പേ. അങ്ങനെ പറ. അതന്നെ ഞാൻ പറയാൻ വന്നേ. ഡീറ്റെയിലും അറിയോ? സിനിമയോ? സിനിമ ഗീതം ഓഹോ. എഴുതിയത് രവീന്ദ്രൻ സാർ. എഴുതിയത് അല്ലേ? നന്നായിട്ട് എഴുതും. പിന്നെ പാടിയത് ചിത്രാമ്മ. പാടിയത് ബിച്ചു തിരുമലയല്ലേ? അല്ലേ? അല്ലേ? അപ്പൊ മ്യൂസിക്കോ? മ്യൂസിക് ബിച്ചു തിരുമല. മ്യൂസിക് ബിച്ചു തിരുമല. പാടിയത് ചിത്രാമ്മ. ഈ രവീന്ദ്രൻ മാഷ് പറഞ്ഞ ആരാ? എന്താ ചെയ്തത്? എന്താ ചെയ്തായിരിക്കും ഈ പാട്ടില്? എഴുതിയത് പാട്ട് എഴുതിയതാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യും. അതെ. എന്തെങ്കിലും തിരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. പറഞ്ഞെന്തേലും മാറിപ്പോയോ? ഒന്നുമില്ല, കോൺഫിഡന്റ്. ഞങ്ങൾ ഇനി മാറ്റത്തുമില്ല അല്ലേ മോളെ? നിങ്ങക്ക് സൗകര്യം ഉണ്ടേ കേട്ടു. ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറുമ്പുള്ളത് ആർക്കാ? അത് കാഴ്ചയില് ബ്രേക്ക് ടൈമിലെ കാര്യം നമുക്ക് അറിയാലോ മീനുട്ടി. സത്യത്തിൽ ഏറ്റവും വലിയ കുറുമ്പാരാണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അതെ, ഓൾ ദ ബെസ്റ്റ്. All the best. കമ്പമെല്ലി
ആഹാ. ഏഹേ. സൂപ്പർ സൂപ്പർ. കലക്കി കലക്കി കലക്കി. വേദിക കുട്ടി, എന്തോ കുറുമ്പ് കുട്ടി, കുഴമ്പ് കുട്ടി, തൂമുത്തം തരൂ. തരൂ ഒരു തൂമുത്തം, ഒരു പാൽമുത്തം. ഒരു പാലുമ്മ. ഉമ്മ. മതി. പാലുമ്മ തന്നോ? ആ, അയ്യോ എനിക്ക് കിട്ടിയില്ല. ഉമ്മ ഹേയ്, എനിക്കോ? എനിക്ക് തന്നു. ഓ താങ്ക് യു. എല്ലാം ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല എല്ലാ മോളെ. തട്ടിക്കളഞ്ഞു. ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നുണ്ട് എന്നാ കംപ്ലീറ്റ്. ശരി, നല്ലൊരു സൂപ്പർ ഉമ്മതാ, പാലുമ്മതാ, നോക്കട്ടെ. ഓ താങ്ക് യു. കിട്ടി. ആ, അതെനിക്ക് കിട്ടിയിട്ട്, അതെനിക്ക് കിട്ടി. ഓ, എന്താ പാട്ടിത്? അതെ. രവീന്ദ്ര മാഷ പാട്ട് വെച്ച് കീറുകല്ലേ, ആ മേളിലൊക്കെ ചിരിയുടെ മുത്തല്ലേ, മൊഴിയുടെ സത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെ ഇത് ആകെപ്പാട് ഇത്രേ ഉള്ള ചെറിയ ഒരു കുഴലിൽ കൂടെ ഇത് വരുന്നത് അല്ലേ? എന്തായാലും കലയ്ക്ക് മോളെ സൂപ്പറായിട്ട് പാടി. അതിന്റെ ഏറ്റവും വലിയ മോളെ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? മോള് പാട്ട് നന്നായിട്ട് പഠിച്ചിട്ട് അതിന്റെ BGM സാധാരണ രവീന്ദ്ര മാഷ എല്ലാം വരുമ്പോൾ പ്ലിങ് 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 കഥയും നമ്മൾ തുടങ്ങും. അതെ അതെ. പിന്നെ ഉണ്ടൊരു വാല് ഡിങ് ക്ലിങ് ക്ലിങ് ക്ലങ് ക്ലിങ് 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 കഥയും. അത് മോള് കൃത്യമായിട്ട് അതെ, അതെ. ഓർത്തിരുന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുത്ത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വേദിക കുട്ടി, എന്തോ ഓ എന്തായി കേട്ടത് ഞാനിപ്പോ? ടഫായിട്ടുള്ള പാട്ടൊക്കെയാണ് എടുത്ത് പാടുന്നത്. അത് രവീന്ദ്ര മാഷിന്റെ ഹംസധ്വനിയിലുള്ള സെമി ക്ലാസിക്കൽ സ്റ്റൈലുള്ള ഒരു പാട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിഞ്ചു കുഞ്ഞ് ഇത്ര ഈസി ആയിട്ട് പാടിയല്ലോ. കുഞ്ചു പിഞ്ഞ് നന്നായിരുന്നു കേട്ടോ വേദിക കുട്ടി, താങ്ക് യു. ഭയങ്കരമായിട്ട് പാടി. നാട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് എരമു സ്കൂളിൽ ഒരു പരിപാടി കിട്ടി. എന്നിട്ട് എന്താ കിട്ടിയത്? ഇത് ക്യാഷ് കിട്ടി, ഉടുപ്പ് കിട്ടി, പിന്നെ ആണോ? മൊമെന്റോ കിട്ടി. ഇത് ഇങ്ങനൊരു ഇതൊക്കെ കിട്ടിയോ? shield കിട്ടി. എന്തേലും പറയുന്ന എന്തൊക്കെ കിട്ടിയ കേക്കട്ടെ. മൊമെന്റോ കിട്ടി. മൊമെന്റോ. പിന്നെ ഏത് പാട്ടാ പാടിയേ? ആടുന്ന് ആ, പാടിയൊന്നുമില്ല, നിന്നതേ ഉള്ളൂ. ചുമ്മാ നിന്നേ ഉള്ളോ? ഏതോ പാട്ട് പാടിയെന്ന് തോന്നുന്നു. 3 പരിപാടി. ഏതാ 3 വരി? ഡിമാൻഡ് വെച്ചിരുന്നു കേട്ടോ. 3 ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ? അതെങ്ങനെയാ ആ പാട്ട്? 3 വരി പഠിക്കും. ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ? ഓ ആ പാട്ടാ. മിനിമോളെ ഉണ്ണിമോളെ ഉണ്ണിമോളെ ഉണ്ണിമോളെ. ഉറങ്ങിയില്ല. ആ നിന്നെ പാട്ടാ. ഞാൻ ഉറക്കില്ല. അത് 3 വരിയേ പാടിയുള്ളൂ. 3 വരിക്ക് കിട്ടിയ 30,000 രൂപ. ആണല്ലേ? ആ, അവിടെ വന്ന് ഡിമാൻഡ്. ക്യാഷും കിട്ടിയോ? പിന്നെ അല്ല, അത് അച്ഛന്റെ കൊടുത്താണ്. കാരണം വേറൊന്നുമല്ല, അച്ഛനൊന്നും കൊടുത്തില്ല. ഇല്ല ഈ അല്ലേ? അമ്മയുടെ കൊടുത്താണ്. അമ്മ കിട്ടി. അമ്മേന്റെ കൊടുത്തില്ല. ഇല്ല. അത് അതൊക്കെ മോളെ അറിഞ്ഞു കാണത്തില്ല. അതൊക്കെ correct അറിയാം. അതെ 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 അതെ. അതൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ. അതായത് ഇപ്പൊ എണ്ണി നോക്കും. അതായത് 4, 4, 8, 4, 12, 1,20,000. ഒരു ലൈനാണ് അല്ലെ? ഒരു ലൈൻ. ഒരു ലൈന് 10 രൂപ. അങ്ങനെയാണോ? പിന്നെ ഭയങ്കര ഭയങ്കര ഡിമാൻഡ് ആണല്ലേ? എന്തായാലും പാട്ടിന്ന് അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി വേദിക കുട്ടി. സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തായാലും അടുത്ത് വന്ന് നിൽക്കണ പെട്ടെന്ന് ഒരാള് പ്രത്യക്ഷപ്പെട്ടല്ലോ. നോക്കരുത്, അപ്പൊ മൈൻഡ് ചെയ്യരുത്. എത്ര നേരം എഴുന്നേറ്റിട്ട്? അയ്യോ സത്യം, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി, എന്നെ ആരും വിളിച്ചില്ല. ആണല്ലേ? ചാക്കര പെണ്ണേ, ഞാൻ എന്ത് പറയാനാ? പാലുമ്മയും കിട്ടി, എല്ലാം നമുക്ക് തന്നു. നമ്മുടെ ഒരു ദിവസം തന്നെ നമ്മള് അങ്ങോട്ട് വേണം പൈസ കൊടുക്കാൻ അല്ലെ? ശരിക്കും, അതെ. ഇങ്ങനെയൊക്കെ ഒരു പാട്ട് പാടി തന്ന് പാടി നമ്മളെ നമ്മളെ സന്തോഷിപ്പിച്ചതിന്. സന്തോഷിപ്പിച്ച് എന്ത് രസമായിട്ടാണോ എന്റെ ദൈവമേ. ഈ കഥയും ചൊല്ലാം കള്ളക്കടവും കൊള്ളാം. അതെന്താ ഈ കള്ളക്കടവും? അത് മനസ്സിലായില്ല. അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. കുളിരുന്നുള്ളാം കുന്നിക്കുരുവും കിള്ളാം. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോ ഈ രാഗത്തിന്റെ ഒരു രസം അല്ലേ? പല പല പാട്ടുകൾ, ഇഷ്ടംപോലെ നാദങ്ങൾ. പാട്ടുകളുണ്ട്. രാവിൽ ഉത്രാടരാവിൽ വാനിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഒരു പാട്ടുണ്ട്. മനതാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനേ പ്രിയരാഗമായി വാ. ആ ആ രാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം ലാളനമായി നിരാമയമാ
നിറമയമാം പരാഗണമായി ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗവര പതംഗമുണരുകയായി എന്നറിയ ഹൃദയമന്ത്ര പദതരങ്ങൾ ഉണരുകയായി വിദൂരതയിലാരാഗം മധുമയമാരാഗം ആനാദം അനുപമലയകരനാദം. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര പാട്ടുകൾ കേട്ടാലും നമ്മൾക്ക് വീണ്ടും വീണ്ടും ഇത് തീരല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പാട്ടായി പോയി രവീന്ദ്രൻ മാഷിന്റെ. തലയ്ക്ക് മോളെ ചക്കരെ താങ്ക് യു. തിരിച്ച് ഞാനും ഒരു പാലുമ്മ ഉമ്മ. അതെന്തുമ്മയത്? മോള് വിഷമിച്ചു വന്നാ ഇവിടുന്ന് അങ്ങോട്ട് വന്ന പാലുമ്മയ്ക്ക് ഇത്തിരി വ്യത്യാസം വെറൈറ്റി ഉമ്മ ഉണ്ടോ? Variety ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരുപാട് നീട്ടമുണ്ടോ? അല്ല, സംഗതികൾ വല്ലാത്തൊരു ഒരു സ്മെല്ലുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നല്ല ഉമ്മയായിരുന്നു അത്. സ്മെല്ല് അത് കിട്ടാത്ത മുന്തിരി പുളിക്കും. അപ്പൊ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പാലുമ്മ പൂക്കുറ്റി. താങ്ക് യു. ചാച്ചാ Bye bye. See you. Bye bye. ഹേ